വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. വളരെ അനുഗ്രഹീതമായ പൗലോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. അവിടെ പറയുന്ന ഈ കാലമെന്നാണ്. ഈ കാലം, പ്രസൻറ്റ് ടൈം, ഈ കാലം. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു പദം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ട് എഫ്.എസ്.സി. ലേഖനം, ഞാൻ കഴിഞ്ഞ സെക്ഷനുകളിലൊക്കെ എഫ്.എസ്.സി. ലേഖനമായിരുന്നു. എഫ്.എസ്.സി. ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യമാണ്. ഇംഗ്ലീഷിൽ 7-ാം വാക്യവും മലയാളത്തിൽ 6-ാം വാക്യവും ഇങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ വിടുവിച്ച് പുറത്തെടുത്തതിൻ്റെ ഉദ്ദേശശുദ്ധി അവിടെ പറയുകയാണ്. വരുംകാലത്ത് തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വെളിപ്പെടുത്തേണ്ടവന്. വരുംകാലം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഏജസ് ടു കം. ഇവിടെ ശ്രദ്ധിച്ചോണം, ഏജസും ടൈമുമാണ്. പ്രസൻറ്റ് ടൈം, ഏജസ് ടു കം, 2 പദങ്ങളാണ്. അപ്പോൾ എന്തിനാണ് കർത്താവ് കാൽവരിയിൽ മരിച്ചത്? കർത്താവ് യേശു ക്രിസ്തു നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? സ്വർഗം നടത്തിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മൾ പറയുന്നു, ഇവിടെയുള്ള രോഗസൗഖ്യം, ഇവിടെയുള്ള സുഖസൗകര്യങ്ങൾ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇതല്ല, ഇത് പ്രസൻറ്റ് ടൈമാണ്. പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. അപ്പം ഈ വരും കാലത്തെ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്, ആ പദം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എഫെസോ സഭയ്ക്ക് എഴുതി കൊടുക്കുമ്പോൾ പറയുകയാണ്, വരുംകാലം. അതായത് ഈ വരുംകാലത്തിൻ്റെ തുടക്കം കാഹളനാദം കൊണ്ടാരംഭിച്ച് നിത്യത വരെ തുടരുന്ന ഒരു കാലമാണ്. അപ്പോൾ വരും കാലമെന്ന് പറയുമ്പോൾ ഓർക്ക് കാഹളനാദത്തിൽ ആരംഭിക്കുന്ന കാലമാണ്. നമ്മൾ ഈ ജീവിക്കുന്നത് ഈ കാലമാണ്. ഈ കാലമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കാഹളം മുഴങ്ങുന്നവരെയുള്ള സമയം. ഇതിനെ നമ്മൾ സഭാകാലം, കൃപാകാലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കാലത്തിൽ ജീവിക്കുന്ന നമ്മൾ 60, 70, 80, 90, 100 വയസ്സ് മാത്രം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ കാലം, ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് പറയുന്നു. സാരമില്ലെന്ന് പറഞ്ഞ അതിൻ്റെ ലിസ്റ്റ് 2 കൊരിന്തി ചാപ്റ്റർ 11 വേഴ്സ് 23-30 അവിടെ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ അസാധാരണ സംഭവങ്ങളാണ്. ഇങ്ങനെയാണ് ആ പദങ്ങൾ പറയുന്നത്. കോലിനാൽ അടികൊണ്ടു, കപ്പൽ ഛേദം, കടലിലാപത്ത്, വെള്ളത്തിലാപത്ത്, കൂട്ടുകാരലാപത്ത്, കപടഭക്തിക്കാരാപത്ത്, നദികളുടെ ആപത്ത്, പട്ടിണി, പൈതാഹം, ശീതം, ഉഷ്ണം, നഗ്നത, ആപത്ത്, വാള. സാരമില്ല. എന്തൊക്കെ സാരമില്ലെന്ന് ചോദിച്ചാൽ കല്ലേറ് സാരമില്ല. അതായത് സ്തേഫാനോസ് അനുഭവിച്ച കല്ലേറ് 5 വട്ടം അനുഭവിച്ചവൻ പറഞ്ഞു സാരമില്ല. പട്ടിണി സാരമില്ല, പൈതാഹം സാരമില്ല, ബുദ്ധിമുട്ട് സാരമില്ല, കയ്യേറ്റം സാരമില്ല, നദികളിൽ ആപത്ത് സാരമില്ല, വെള്ളത്തിലെ ആപത്ത് സാരമില്ല, കള്ള സഹോദരന്മാരുടെ ആപത്ത് സാരമില്ല, നദികളിലെ ആപത്ത് സാരമില്ല. ഇതിൽ ഒരെണ്ണമേ നമുക്കുള്ളൂ, അത് പലവട്ടം ഉറക്കളപ്പ്. ബാക്കിയൊന്നും നമുക്കില്ല. അതെല്ലാം സാരമില്ലെന്ന് പൗലോസ് പറയുന്നു. അസാധാരണമാണ്. നമുക്കൊരു ചെറിയ ഇൻസിഡൻറ്റ്, ചെറിയ ബുദ്ധിമുട്ട്, ജോലി പ്രശ്നം, തലമുറയുടെ പ്രശ്നം, ഈ ചെറുതിനെ നോക്കി മുഖം വാടിയിരിക്കുമ്പോൾ പൗലോസ് പറയുന്ന പദം നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. സാരമില്ല. ഇങ്ങനൊരു കൂട്ടം വിശുദ്ധന്മാരുണ്ടായിരുന്നു. സാരമില്ലെന്ന് എണ്ണാൻ കാരണം അവരുടെ ഹൃദയത്തിലെ ചിന്ത വേറൊന്നായിരുന്നു. അവരുടെ അകത്തേക്ക് കയറി വന്നൊരു വിചാരമുണ്ട്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ. അപ്പം നമുക്കും എന്ന് അതൊന്ന് വിചാരിക്കണം. ഇനിയുള്ള ജീവിതകാലത്ത് അത് വിചാരിച്ച് ജീവിക്കണം. എന്താ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്? നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് എന്ന് പൗലോസ് ഇവിടെ പറയുന്നത് വരുംകാലത്തെയാണ്. വരുംകാലത്തെക്കുറിച്ച് കൃത്യമായൊരു അവബോധമുണ്ടാകണം. ഒന്നാമത്തേത് കാഹളം മുഴങ്ങും എന്നൊരു ബോധ്യമുണ്ടാകണം. കാഹളം മുഴങ്ങുക എന്ന് പറയുമ്പോൾ കാഹളം മുഴങ്ങുന്നത് ശരിയാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാഹളം മുഴങ്ങിക്കഴിയും. അതിനുള്ളിൽ ഇവിടുന്ന് ഒരു കൂട്ടം പോയി കഴിയും. ആ സമയം എപ്പോഴാണെന്ന് അറിയില്ല. വളരെ ജാഗരൂകരായിരിക്കണം. അത് കഴിഞ്ഞ് 7 കൊല്ലത്തെ ഒരു മണിയറവാസമാണ്. മധ്യാകാശത്തിൽ മണിയറവാസമാണ്. ആ 7 കൊല്ലം മണിയറവാസം കഴിഞ്ഞിട്ട് പിന്നീട് 1000 ആണ്ട് ഈ ഭൂമിയിൽ നമ്മൾ വാഴാൻ പോകുകയാണ്. യേശു യെരുശലേം കേന്ദ്രമാക്കി ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ
അവൻ്റെ പ്രജകൾ അവനോടുകൂടെ രാജാതിരാജാവിൻ്റെ കൂടെ ഏറ്റവും മഹനീയമായ റൂളേഴ്സായി നിൽക്കുന്ന 1000 ആണ്ടുകൾ. 1000 ആണോ 80 90 ആണോ വലുതോന്നൊന്ന് ചിന്തിച്ചോണം കേട്ടോ. നമ്മൾ ഈ 80 90 100 ഒക്കെ വലിയ കാര്യമായിട്ട് എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ പൗലോസിൻ്റെയൊക്കെ കണ്ണ് നിൽക്കുന്നത് 1000 ആണ്ടിലാണ്. ഇവിടെ നമ്മൾ എത്രയോ ബഹളങ്ങൾ നടത്തുക, എത്രയോ ശ്രമങ്ങൾ നടത്തുക. ഇവിടെ 1000 ആണ്ട്, ഇവിടുത്തെ ഈ 1000 ആണ്ടെന്ന വെളിപ്പാടില്ലാതെ ഈ ലോകത്തിൽ ഈ പ്രസൻറ്റ് ഏജിന് വേണ്ടി, പ്രസൻറ്റ് ടൈമിന് വേണ്ടി ജീവിക്കുന്നൊരു കൂട്ടം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 15:19 വാക്യം, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇന്നിങ്ങനെ കുറേ വിശ്വാസ സമൂഹമുണ്ട്, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നവർ. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞിട്ടാണ് ന്യായവിധി, അത് കഴിഞ്ഞിട്ടാണ് നിത്യത. അപ്പോൾ ഈ വരും കാലമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്കൊതുങ്ങാത്തതാണ്. ഇതിൽ ഞാൻ ഈ വരും കാലത്തിൽ വിചാരപ്പെടുമ്പോൾ എന്ന പദമാണ് വന്നത്. വിചാരപ്പെടാനും മാത്രം ഉണ്ടോ? നമ്മുടെ ചിന്തയിൽ അങ്ങനെ വിചാരപ്പെടാൻ മാത്രമൊന്നുമില്ല. നമ്മൾ പറയുന്നത് കാഹളം മുഴങ്ങും, നമ്മൾ പോകുന്നു. കൂടുതൽ ആരാധന നിയന്ത്രിക്കുന്നവർ പറയുന്നത് പിന്നെ അവിടെ ആരാധന മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ ശരിക്കും വിചാരപ്പെടാൻ ഉണ്ടോ? ഉണ്ട്. ഞാൻ ആ വിചാരപ്പെടാനുള്ളത് 20 മിനിറ്റിനുള്ളിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ധ്യാനിക്കാൻ വേണ്ടി ഞാൻ പോയിൻറ്റുകൾ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. നമ്മളൊന്ന് വിചാരപ്പെടണമല്ലോ. 2 വാക്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2 കൊരിന്ത്യർ ചാപ്റ്റർ 5:10 അവിടെ എഴുതിയിരിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് ഇതാണ് ഞാൻ പ്രധാനമായി പറയാൻ പോകുന്ന ഒരു കാര്യം. ഇതിനോട് ബന്ധപ്പെട്ട് ഈ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ കാണുന്ന റോമൻസ് ആണ്. റോമൻസ് 14:10 അതിൻ്റെ ബി പാർട്ട് 12 അവിടെ എഴുതിയിരിക്കുന്നു, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നെന്ന് പറയുമ്പം തന്നെ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇനി ശ്രദ്ധിക്കോളൂ, ഇവിടെ ഞാൻ ഈ 2 വാക്യം ഒന്ന് മെർജ് ചെയ്തിട്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്കൊന്ന് ധ്യാനിക്കാൻ. കാഹളം മുഴങ്ങുമ്പോൾ ഇവിടുന്ന് 2 കൂട്ടമാണ് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ വിചാരപ്പെടേണ്ടത് 2 കൂട്ടം പോകും. നമ്മൾ ഉദ്ദേശിച്ച പോലെ തിരികല്ലിൽ പിടിക്കുന്ന 2 പേരുടെ കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. കാഹളം മുഴങ്ങുമ്പോൾ 2 കൂട്ടം. അതെങ്ങനെ? ശരീരത്തിലിരിക്കുമ്പോൾ. ആ വാക്ക് കണ്ടോ? ശരീരത്തിലിരിക്കുമ്പോൾ. അപ്പം ശരീരത്തിലിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ശരീരത്തിലിരുന്നവരുണ്ട്, ഇരിക്കാത്തവരുണ്ട്. ഇവിടെ നമ്മൾ പല ഇടത്ത് ഇരിക്കുന്നു. ഇതാണ് പറയുന്നത്, ഓരോരുത്തൻ താന്താൻ്റെ നിരയിലത്രേ. ടാക്മ എന്ന പദമാണ് അവിടെ വരുന്നത്, ഗ്രീക്കിൽ ടാക്മ. അത് വരുന്നത് മിലിറ്ററി അവരുടെ ഔദ്യോഗികമായ സ്റ്റാറിനനുസരിച്ച് അവരെ ഇരുത്തുന്ന നിരയാണ്. ഓരോരുത്തൻ താന്താൻ്റെ നിരയിലത്ര. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ആ നിര ഞാനൊന്ന് പറയാൻ പോകും. ആ ടാക്മ, ഓരോരുത്തൻ താന്താൻ്റെ നിരയിൽ. അപ്പോൾ നമ്മളൊന്ന് വിചാരപ്പെടാൻ വേണ്ടിയാണ്. ഒന്ന്, ശരീരത്തിൽ ഇരുന്നവരുണ്ട്, ഇരിക്കാത്തവരുണ്ട്. ആരാ ഇരുന്നവർ, ആരാ ഇരിക്കാത്തവർ? ശരീരത്തിലിരിക്കാത്തവർ. കാഹളം മുഴങ്ങുമ്പോൾ ശരീരത്തിലിരിക്കാത്തവരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ട് ഒരു ദിവസം പോലും ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടാതെ പോയവർ. രക്ഷിക്കപ്പെട്ടു, അന്നേരം തന്നെ മരിച്ചുപോയി. വെൻറ്റിലേറ്ററിലായിരുന്നപ്പോൾ യേശുവിനെ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും അവസരം കിട്ടിയില്ല, അവർ മരിച്ചു. അതുകൊണ്ട് തന്നെ ശരീരത്തിലിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കാഹളം മുഴങ്ങുന്നത് വരെയുള്ള സമയം, രക്ഷിക്കപ്പെട്ടത് മുതൽ മരണം വരെയുള്ള സമയം. എത്ര നാൾ ഈ ബോഡിയിലിരുന്നു? അതാ ശരീരത്തിലിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ 50, 60, 70 ഞങ്ങൾ 50 കൊല്ലമായി, 4ാം തലമുറയായിരുന്നു, അങ്ങനെയൊക്കെ കണക്ക് പറയുമ്പോൾ ഇതോടൊന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കണം, അണ്ടർലൈൻ ചെയ്യണം. ശരീരത്തിലിരിക്കുമ്പോൾ അത്രയും കണക്കും പറയണം. 50 കൊല്ലമെന്ന് പറഞ്ഞാൽ 50 കൊല്ലം ഈ ശരീരത്തിലിരുന്നു. അപ്പോൾ 50 കൊല്ലം ശരീരത്തിലിരുന്നു, ഇരിക്കാത്തവരും. അപ്പോൾ ശരീരത്തിലിരിക്കാത്തവരുടെ കാര്യം ഞാൻ പറയുന്നു. ഒന്ന്, രക്ഷിക്കപ്പെട്ട ഉടനെ മരിച്ചവർ. 2, പ്രീമച്ചുർ ബേബീസ്. അവരുടെ അകത്ത് കർമ്മപാപമില്ല. അതുകൊണ്ട് തന്നെ കാഹളനാദം മുഴങ്ങുമ്പോൾ ആ പ്രീമച്ചുറായി മരിച്ചവരൊക്കെ കുഞ്ഞുങ്ങൾ പോകും. അപ്പോൾ അവർ ശരീരത്തിലിരുന്നിട്ടില്ല.
3, കാഹളം മുഴങ്ങുന്ന പെർട്ടിക്കുലർ ടൈം എപ്പോഴാണെന്ന് അറിയത്തില്ലായിരുന്നു. അവർ കൊടിയ പാപത്തിൽ ജീവിച്ചിട്ട് അവരെന്ന് പറഞ്ഞു, യേശുവേ രക്ഷിതാവും കർത്താവേ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ആ വാക്ക് പറയുമ്പം തന്നെ കാഹളം അങ്ങ് മുഴങ്ങി. അവർക്കോലും അറിഞ്ഞുകൂടായിരുന്നു കാഹളം മുഴങ്ങുമെന്ന്. അപ്പോൾ 3 കൂട്ടം. അപ്പോൾ ഒന്നോർത്ത് നോക്കി, രക്ഷിക്കപ്പെട്ടപ്പോൾ ഉടനെ മരിച്ചവർ, പ്രീമച്ചർ ബേബീസ്, കാഹളം മുഴങ്ങുന്ന ടൈമിൽ അറിയാതെ കയറി അങ്ങ് രക്ഷിക്കപ്പെട്ടു. അവർ പോലും വിചാരിച്ചില്ല ഇങ്ങനൊരു ഓഫർ കിട്ടുമെന്ന്. ഇങ്ങനെ ഈ കാറ്റഗറിയിൽപ്പെട്ടവരെല്ലാം ഒരിടത്തായിരിക്കുന്നത്, ശരീരത്തിൽ ഇരിക്കാത്തവർ. അവരവിടെ ചെല്ലുമ്പോൾ ഓവർ എക്സൈറ്റഡാണ്. കാരണം സ്വർഗത്തിൽ വരുമെന്ന് വിചാരിച്ചില്ല. അവർക്കൊരു അത്ഭുതമോ. ചെന്ന് കയറിയുമ്പോൾ അവരെ വണ്ടടിച്ച് നോക്കുക, ദൂതന്മാർ, ഇതാണ് സറാഫ്, ഇതുകൊണ്ട് ഇവരിങ്ങനെ അത്ഭുതത്തോടിരിക്കുക. അവരവിടെ ഇരിക്കുന്ന, അതാണ് ഒന്നാമത്തെ ഒരു കൂട്ടം. ഇനി രണ്ടാമത് പോകുന്നതാണ് ശരീരത്തിലിരുന്നവർ. ആരാണ്? രക്ഷിക്കപ്പെട്ടിട്ട് 10, 20, 30, 40, 50, 60 വർഷം പഴക്കം പറഞ്ഞ ഒരു കൂട്ടം. മെജോറിറ്റി അതായിരിക്കും. ഇപ്പം രണ്ടായി. ഇനി കാഹളം മുഴങ്ങിക്കഴിഞ്ഞ് ചെല്ലുന്നത് പ്രതിഫല വിഭജനത്തിൻ്റെ ബീമാ സീറ്റാണ്. ഒളിമ്പിക്സിൽ റിവാർഡ് കൊടുക്കുന്ന ഒരിടമാണ് ബീമാ സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഒരു വലിയ ഗാലറി, അതിന് നടുവിലുള്ള ഇടത്തേക്ക് റണ്ണിങ് റേസിൽ വിജയിച്ചവർക്ക് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വേദിയിലേക്ക് കയറ്റി നിർത്തി അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. അതാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത് നടക്കുന്ന ശരീരത്തിലിരുന്നവർ, അവരെ മാനിക്കാനുള്ള വേദിയാണ്. ഇതുപോലെ വലിയൊരു കൂട്ടമുണ്ടാകും ആ വേദിയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടാകോടി വിശുദ്ധരണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ വേദി. ഭൂമിയുടെ 5 വൻകരകളിലെ മനുഷ്യരായി ജീവിച്ച വിശുദ്ധന്മാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ സംഗമവേദി. ഒന്നോർക്കണം, ദൈവസഭയുടെ ഒരു വലിയ പ്രോഗ്രാം അടുത്ത ദിവസം ആരംഭിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയെത്ര മടങ്ങായിരിക്കും. വിശുദ്ധന്മാർ ഒരുമിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെല്ലാം ചെന്ന് കയറാൻ പോകുകയാണ്. അവിടെ എന്താ നടക്കുന്നതെന്നറിയാമോ? ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചെയ്തത് പ്രാസോ എന്ന പദമാണ്. നല്ലതും തീയതും അഗാത്തോസ് ഫോളോസ് 2 പദമാണ്. അഗാത്തോസ് ഫോളോസ്, പ്രയോജനമുള്ളത് പ്രയോജനമില്ലാത്തത്. പ്രാസോ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് എന്ന ഒറ്റ വാക്ക് വരുമ്പോൾ ഇതിൽ 2 കൂട്ടം വീണ്ടും ഉണ്ട്. എന്താണ്? ശരീരത്തിലിരിക്കും കാലം പ്രവർത്തിച്ചവരുണ്ട്, പ്രവർത്തിക്കാത്തവരുണ്ട്. 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം ഈ ആയുസിൽ ശരീരത്തിലിരുന്നിട്ട് ഒരു പ്രവൃത്തിയും ചെയ്തില്ല. സ്വന്തം കാര്യം അല്ല, ക്രിസ്തുവിന് വേണ്ടി വല്ലതും ചെയ്തു. അപ്പോൾ വീണ്ടും കാറ്റഗറി കൂടുന്നു. പിടികിട്ടിയോ? വിചാരപ്പെട്ടോണേ, ഈ അമേരിക്കയുടെ മണ്ണിൽ സുഖവും സൗകര്യവും ഒക്കെ അനുഭവിക്കുമ്പോൾ മറുകരയിൽ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കും, എനിക്ക് വേണ്ടി നീ വല്ലതും ചെയ്തോന്ന്. ആ ചോദ്യത്തിൻ്റെ മുൻപിലേ സഭാ ഹോളിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന പോലല്ല, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത വിശുദ്ധന്മാർ ഒത്തുകൂടുന്ന ആ സംഗമവേദിയിൽ എഴുന്നേറ്റ് നിന്ന് തന്നെ പറയണം. ഇവിടെ നമുക്ക് കുടുംബമുണ്ട്, കുടുംബയോഗമുണ്ട്, കുടുംബക്കാരുണ്ട്, സഭയുണ്ട്, ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മിൽ ഓരോരുത്തൻ, നാം എല്ലാവരും. അപ്പോൾ 2 പദത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുന്നു, നാം എല്ലാവരും, നമ്മിൽ ഓരോരുത്തൻ. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് കർത്താവിൻ്റെ വേല ഇത് ശരിയാണ്. പക്ഷേ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് പോകുമ്പോൾ കയ്യും പിടിച്ച് കയറിപ്പോകാൻ ശ്രമിക്കരുത്. കർത്താവ് പറയാം, മോള് പിന്നെ വന്നാൽ മതി. മോൻ പറഞ്ഞിട്ടേ മോള് വന്ന് പറയണം. പിടികിട്ടുന്നുണ്ടോ? ഭയപ്പെടണം. അതുകൊണ്ട് തന്നെ ഇവരുടെ നിഴലിൽ നിൽക്കാനല്ല ശ്രമിക്കേണ്ടത്, അവിടെ ഇൻഡിവിജ്വലായിട്ടാണ് നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ചോറ് വെച്ചവനോ കറി വെച്ചവനോ ഫുഡുണ്ടാക്കിയവനോ ഒന്നും അവിടെ ചെന്നിട്ട് പറയാൻ പറ്റുകയില്ല. കർത്താവ് പറയും, എനിക്ക് പ്രയോജനപ്പെട്ടോ. അപ്പോൾ പ്രവർത്തിച്ചോണം. അപ്പോൾ പ്രവർത്തിക്കാതിരിക്കരുത്, പ്രവർത്തിക്കണം. ഇനി പ്രവർത്തിച്ചവരിൽ 2 കൂട്ടം വീണ്ടും വരുന്നു. പ്രവർത്തിക്കാത്തവരുണ്ട്, അതുവരെ മാറ്റി നിർത്തി അവരവിടെ ഇരിക്കുക. എവിടെയെന്നറിയാമോ? ഈ ശരീരത്തിലിരിക്കാത്തവരുടെ കൂടെ പോയിരിക്കുക. അവരന്നേരം ചോദിക്കും, ചാക്കോച്ചായ നീ 30 കൊല്ലമായിട്ടൊന്നും ചെയ്തില്ലേ? ഇല്ലടാ, ഞങ്ങൾ ശരീരത്തിലിരിക്കാഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നേ. അച്ഛൻ ഇരുന്നിട്ടും ചെയ്തില്ലേ? ഇല്ല. വിഷമത്തോടെ ഇരിക്കുമ്പോൾ ഇവന്മാർ തമ്പ് കാണിക്കും. അപ്പോൾ അവർ പറയും, അറിയാമോ പുള്ളിയെ? ഇല്ല, പുള്ളി 38 കൊല്ലമായതാ, എന്നിട്ട് ഒന്നും ചെയ്തില്ല. നാണം കേടാ.
ഇനി അടുത്ത അപ്പോൾ വിചാരപ്പെടാൻ തുടങ്ങുന്നുണ്ടല്ലേ. ഇനി അടുത്ത വിചാരം, ഇനി നമ്മൾ വിചാരപ്പെടാൻ പോകുന്നത് ഈ ശരീരത്തിൽ ഇരുന്നിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് പ്രവൃത്തി, പ്രയോജനമുള്ളത് അഗാത്തോസ് ഫോളോസ്, അതാണ് നല്ലതും തീയതും. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ ഉദ്ദേശിച്ചത് നല്ലതും തീയതുമല്ല, പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും. പ്രവർത്തിക്കാതിരുന്നാൽ നാണം കെടും. അപ്പം അതുകൊണ്ട് പ്രവർത്തിക്കണം. ഇനി പ്രവർത്തിക്കുന്നവരുടെ ഈ പ്രവർത്തിക്കാതിരിക്കുന്നവരും ഈ ശരീരത്തിലിരിക്കാത്തവരും ഒക്കെ കള്ളൻ്റെ കാറ്റഗറിയാണ്. അബദ്ധത്തിൽ കയറിപ്പോയതാണ്. അവരവിടെ ചെന്നത് തന്നെ വലിയ കാര്യം. നരകത്തിൽ പോകുന്നതിനേക്കാൾ ഗുണമാകട്ടോ. അതിൻ്റെ പേര് പോകാതിരിക്കരുത്. അവിടെ ചെന്ന് നാണം കെട്ടാണല്ലോ അവിടെ ഇരിക്കുക. സ്വർഗമാണ്. അമേരിക്കയിലെത്തിയില്ലേ, ബംഗ്ലാദേശിലെ കളക്ടറാകുന്നതിനേക്കാൾ നല്ലതല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. അതാണെന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവിടെ എത്തി, എന്താണെങ്കിലും ഒരു സൈഡ് സീറ്റ് കിട്ടി, ഒന്നുമില്ലേൽ തന്നെ എത്തിയല്ലോ അവിടെ, നരകത്തിൽ പോകാതെ. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി കൂടി നന്നായി ചിന്തിക്കണം. ഇനി അടുത്ത കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം, പ്രവർത്തിച്ചവരിൽ നല്ലതും തീയതും, പ്രയോജനമുള്ളത് പ്രയോജനമില്ലാത്തത്. ഇതിൽ രണ്ട് കാറ്റഗറി വരുന്നു. അതെങ്ങനെയെന്നറിയാമോ? അത് ഓരോരുത്തരുടെയും പ്രവൃത്തി മേളിക്കിരുന്ന് പറയും. കർത്താവ് ബോധിപ്പിക്കും തന്നെ നമ്മൾ പറയണം. 1 കൊരിന്തി 3:13 മുതൽ 15 വരെയുള്ള വാക്യമാണ്. ആ വാക്യത്തിൽ കാണുന്നത്, അതായത് ആ ദിവസം അതിനെ തെളിവാക്കും. അപ്പോകലിപ്റ്റോ, ദൈവം മറനീക്കി വെളിപ്പെടുത്തും. എന്താണെന്നറിയാമോ? നമ്മുടെ സകല പ്രവൃത്തിയും മറനീക്കി വെളിപ്പെടുത്തുന്നൊരു വേദി. നമ്മൾ ഈ പ്രവർത്തിച്ചെന്നൊക്കെ പറയത്തില്ലേ? ഈ അനീഷ് കൊല്ലമെന്ന് ഞാനിവിടെ പറയുന്നു, ഞാൻ പഠിപ്പിച്ചു, ഞാൻ പ്രസംഗിച്ചു, ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ഈ പ്രവൃത്തിയുടെ രണ്ട് വശം, ഒന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയും, പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ കർത്താവ് അത് വെളിപ്പെടുത്തും. എന്ത് വെളിപ്പെടുത്തുമെന്നറിയാമോ? ഒരു പ്രവൃത്തിയുടെ 4 ഭാഗം അവിടെ വെളിപ്പെടും. ഒന്നാമത്തേത് ആ പ്രവൃത്തിയുടെ രഹസ്യം വെളിപ്പെടും. അതാണ് സഭാപ്രസംഗി 12:14. മനുഷ്യർ ചെയ്ത സകല പ്രവൃത്തി അതിൻ്റെ രഹസ്യങ്ങളോടുകൂടെ അന്ന് വെളിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു വലിയ വേദിയുണ്ടെന്ന് മറക്കരുത്. എക്ലീഷ്യസ് 12:14 ഇനി നമ്മൾ വീണ്ടും കാണുമ്പോൾ വെളിപ്പാട് പുസ്തകമാണ് 2:23 പദമുണ്ട്. ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭയും അറിയും. ഉൾപ്പൂവും നിൻ്റെ നെഫ്രോസ്, കാർഡിയോസ്, നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ്, അതായത് നമ്മുടെ എല്ലാ പ്രവൃത്തിക്കും കുറേ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ അവിടെ വെളിപ്പെടും. അപ്പോൾ രഹസ്യവുമുണ്ട്, ഉദ്ദേശവും വെളിപ്പെടും. എല്ലാ പ്രവൃത്തിയുടെയും എന്താ ഈ രഹസ്യ ഉദ്ദേശം? ഒരു പ്രവൃത്തിയുടെ മുൻപും ഒരു പ്രവൃത്തിയുടെ പിൻപും. അതുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പിന്നിൽ എന്തുണ്ടോ അത് വെളിപ്പെടും. ഇത് കഴിയുമ്പോൾ ഉദ്ദേശമുണ്ടോ അതും വെളിപ്പെടും. ഇനി അടുത്ത കാര്യം, മത്തായി 12:36 വരുമ്പോൾ പറയുന്നത്, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും അവിടെ കണക്ക് പറയണം. ഈ പ്രവൃത്തി നടന്നപ്പം കുറേ വൊക്കാബുലറി ഉണ്ടായിരുന്നു. അതെല്ലാം അതുകൊണ്ട് ബോർഡംഗങ്ങളും കമ്മിറ്റിക്കാരും ഉപദേശിമാരും ഒക്കെ ഓർത്തോണം, എല്ലാ പ്രവൃത്തിയും ചെയ്യുമ്പോൾ നല്ലതേ പറയാവൂ. അല്ല, ഈ പ്രവൃത്തി അവിടെ പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ വൊക്കാബുലറി എല്ലാം കൂടെ ഡിസ്പ്ലേ ചെയ്യുമ്പം നിന്നുരുകും. അവിടെ വലിയ ഗമേ പറഞ്ഞു, ഞാൻ കൺവെൻഷൻ നടത്തി, നല്ല പ്രവൃത്തി. എന്താ പറയുക, എൻ്റെ ഉദ്ദേശം ഡിസ്പ്ലേ കാണും. ഇത് കഴിയുമ്പം എല്ലാവരും എന്നെ പറയും ഞാനതിൻ്റെ ഫണ്ട് ചെയ്തത്. അതവിടെ കാണും. 2 ഇത് കഴിയുമ്പം അവനെ ഇരിക്കും, പിന്നെ ഞാനായിരിക്കും ഹൈലൈറ്റ്. അതും അവിടെ കാണും. അതിനു വേണ്ടി നമ്മൾ കുറേ പറഞ്ഞായിരുന്നു. ജോണിക്കുട്ടി അറിഞ്ഞായിരുന്നു, മറ്റേ നമുക്ക് അവനെ ഒന്ന് കൗണ്ടർ ചെയ്യണ്ടേ? അത് നീ ഒന്ന് പറയണം, ഞാൻ പുറകെ നിൽക്കാം. അതും അവിടെ കാണും. പിടികിട്ടിയോ? ഇതല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രവൃത്തി കർത്താവിനോട് ബന്ധപ്പെട്ടുള്ളതായി വരുന്നേ. ഇത് കഴിയുമ്പം കർത്താവ് പറയുന്നത് 4-ാമത്തേത്, ആ പ്രവൃത്തിയിൽ നീ ഫെയ്ത്ത്ഫുള്ളായിരുന്നു, വിശ്വസ്തത. അതുകൂടെ കഴിയുമ്പോൾ ദൈവം ചോദിക്കും, ഇനി എനിക്ക് വിളിക്കേണ്ടത് നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ. അതൊരു പ്രവൃത്തിയുടെ 4 ഭാഗം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തല കുനിഞ്ഞ് ലജ്ജിച്ചിറങ്ങും. ഇറങ്ങുമ്പം കർത്താവ് പറയും, അവിടെ ഇനി ഇരിക്കരുത്, അവിടെ പോയിരിക്കണം. ആരാ? മറ്റേ ആദ്യം ശരീരത്തിലിരുന്നിട്ടും പ്രവർത്തിക്കാത്തവർ, പ്രവർത്തിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി അവിടെ പോയിരിക്കുന്നു. ആണം കെട്ടിരിക്കുമ്പം അവരെ നമ്മൾ വിളിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇനി ഇതിൻ്റെ മൂന്നാമത്തെ കാറ്റഗറിയാണ്, ആ വേദിയിൽ നിന്ന് ഇറങ്ങുന്നൊരു കൂട്ടമുണ്ട്. ഇവിടെ പ്രവർത്തിച്ചു കർത്താവിന് വേണ്ടി, ഇവിടെ പ്രവർത്തിച്ചു കർത്താവിനെന്ന പോലെ, ഇവിടെ പ്രവർത്തിച്ചു നിത്യതയിൽ പ്രതിഫലം കിട്ടാൻ, ഇവിടെ പ്രവർത്തിച്ചു കർത്താവിനെ പ്രതി, ഇവിടെ ജീവിച്ചു കർത്താവിനെ പ്രതി, ഇവിടെ ശുശ്രൂഷിച്ചു കർത്താവിനെ പ്രതി. അവരുടെ അകത്ത് മുഴുവനും നിറഞ്ഞത് ഈ മണ്ണല്ല, നിത്യത. നിത്യത എന്ന വെളിപ്പാടകത്ത് കയറി ഇവിടെ ജീവിച്ചൊരു കൂട്ടമുണ്ട്. അതാണ് പൗലോസിൻ്റെ കൂട്ടം. ആ പൗലോസിൻ്റെ കൂട്ടം എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ 3 കൂട്ടത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. 1 കള്ളൻ്റെ കൂട്ടം, 2 വലഞ്ഞുപോയ നീതിമാൻ ലോത്തിൻ്റെ കൂട്ടം. അവസരമുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ്. എന്നാൽ മറ്റൊരു കൂട്ടമാണ് പൗലോസിൻ്റെ കൂട്ടം. ഇവിടെ ജീവിച്ചു ക്രിസ്തുവിന് വേണ്ടി, ഇവിടെ ചെലവിട്ടു ക്രിസ്തുവിന് വേണ്ടി, ഇവിടെ ശുശ്രൂഷിച്ചു ക്രിസ്തുവിന് വേണ്ടി, ഓരോ ദിവസവും ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, തിന്നാലും കുടിച്ചാലും ദൈവനാമ മഹത്വത്തിൽ, കൊടുത്താൽ സന്തോഷത്തോടെ, ചെയ്താൽ കർത്താവിനെന്ന പോലെ. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക. അങ്ങനെ ജീവിച്ചൊരാത്മീയന് പറയാൻ പറ്റും, മരണം എനിക്ക് ലാഭമാണ്. കാരണം ഇവിടെ ആബ്സെൻ്റ് ആകുമ്പോൾ ഞാൻ ചെന്നു കയറുന്ന വീട് എനിക്ക് പ്രതിഫലം തരുന്ന വീടാണ്. ആ വെളിപ്പാടിൻ്റെ ആഴമറിഞ്ഞാണ് ഇവിടെ വിശുദ്ധന്മാർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രിയപ്പെട്ടവരൊന്നറിയണം, ഈ ആഴത്തിലുള്ള വെളിപ്പാട് പൗലോസിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണെന്നറിയാമോ? 4 തരത്തിൽ വ്യത്യാസമാണ്. 4 തരത്തിൽ വ്യത്യാസം. 1, തേജസ്സിൻ്റെ വ്യത്യാസം അവർക്കുണ്ട്. തേജസ്സിൻ്റെ വ്യത്യാസമെന്ന് പറയുമ്പോൾ അതിന് 3 കാറ്റഗറി ഉണ്ട്. സ്തോത്രം. സൂര്യൻ്റെ തേജസ്, ചന്ദ്രൻ്റെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ്. തേജസ്സിന് 3 വ്യത്യാസമാണ്. അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന പദം. ആത്മാക്കളെ നേടിയാൽ നക്ഷത്രങ്ങളെപ്പോലെ, ഇവിടെ വചനം പഠിപ്പിച്ചാൽ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെ, നീതിയോടെ ജീവിച്ചാൽ സൂര്യനെ പോലെ. ഇത് കഴിയുമ്പോൾ 2 പൊസിഷൻസ് ഉണ്ട്. ഇവിടുത്തെ പൊസിഷൻ പോലെ അവിടെയുണ്ട് പൊസിഷൻ. പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്. അയ്യോ എന്തോരം ബഹളമായതിനെ. അയ്യോ ഇതിനാ ഏറ്റവും കൂടുതൽ നാടി സോഷ്യൽ മീഡിയ മൊത്തവും കിടന്ന് അടിക്കുന്ന ഇതിന്. ഞാൻ എല്ലാവരോടും പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ മണ്ടത്തരം കാണിക്കരുത്. 60, 70, 80 കൊല്ലമേ ഉള്ളൂ നിങ്ങൾക്കിത്. അതിൽ തന്നെ നിങ്ങൾക്ക് 1, 2 ടേമേ ഇരിക്കാൻ പറ്റൂ. അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും മനസ്സിലാക്കണം. ഇത് കഴിയുമ്പോൾ ഒരിടമുണ്ട്, കുറഞ്ഞത് 1000 ആണ്ട്, അത് കഴിഞ്ഞ് നിത്യതയാണ്. അവിടുത്തെ വാസത്തിൽ പൊസിഷനുണ്ട്. ഇതുപോലെ തന്നെ ആ പൊസിഷൻ അവിടെയും പൊസിഷനാണ് ഫുള്ളും. അതിൻ്റെ കാരണം വാക്യം മത്തായി 5:19 പറയുന്നു, ഈ വചനം ഇളച്ച് പഠിപ്പിച്ചാൽ സ്വർഗത്തിൽ ചെറിയവനാകും. ഇതങ്ങനെ പഠിപ്പിച്ചാൽ സ്വർഗത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. സ്വർഗത്തിൽ വലിയവനും ചെറിയവനുമുണ്ട്. അതുകൊണ്ട് അഭിഷിക്തന്മാരോട് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഇതഴിക്കരുത്, അങ്ങനെ അങ്ങ് പഠിപ്പിച്ചോണം. അഴിച്ചാൽ ഒരുപക്ഷെ ഇവിടെ പേര് കിട്ടും, മാന്യത കിട്ടും, സ്ഥാനം കിട്ടും, പണം കിട്ടും, പ്രശസ്തി കിട്ടും, പോസ്റ്ററിൽ പേര് വരും, ലൈക്കും ഷെയറും ഉണ്ടാകും, നല്ല കമൻറ്റ് കിട്ടും. പക്ഷെ മറുകരയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ വിളിക്കുന്ന വിളി വിശ്വസ്തനെന്നോ നല്ലവനെന്നോ കേൾക്കാൻ പറ്റില്ല. കാരണം ഈ വചനം ഇവിടെ എങ്ങനെ പ്രസംഗിച്ചു എന്നതാണ്. ഇവിടെ മനുഷ്യനെ നോക്കണ്ട, ദൈവത്തെ നോക്കി പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് ദൈവദാസന്മാർ, നിങ്ങൾ കരുത്തോടെ നിൽക്കുക. ഒരുപക്ഷെ വചനം അങ്ങനെ പറഞ്ഞാൽ സ്ഥലം മാറ്റം കിട്ടും, വചനം അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ ഒറ്റപ്പെടുത്തും, വചനം അങ്ങനെ പറഞ്ഞാൽ ബോർഡ് എതിരാകും, വചനം അങ്ങനെ പറഞ്ഞാൽ പ്രസ്ഥാനം എതിരാകും, വചനം അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ ഒതുക്കും, വചനം അങ്ങനെ പറഞ്ഞാൽ മാറ്റി നിർത്തും, വചനം അങ്ങനെ പറഞ്ഞാൽ വേദി കെട്ടത്തില്ല, വചനം അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രസംഗം വൈറലാകത്തില്ല, വചനം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും നന്മ തരത്തില്ല. പക്ഷെ ഒരുറപ്പ് തരാം, മറുകരയിൽ ഒരു വിളി കേൾക്കാം. കോടാകോടി വിശുദ്ധരുടെ മധ്യത്തിൽ നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ. അതുകൊണ്ട് തന്നെ ആ വിളി കേൾക്കാൻ ഒരുങ്ങിക്കോണം. അതുകൊണ്ട് വെളിപ്പാട് 11:18, 19:4-5 സ്വർഗത്തിലെ പ്രതിഫലം കൊടുക്കുമ്പോൾ യഹോവ ഭക്തന്മാരായ ചെറിയവരും വലിയവരും. സ്വർഗത്തിൽ ആരാധനയ്ക്ക് ക്ഷണിക്കുമ്പം പറയുന്നു, യഹോവ ഭക്തന്മാരായ ചെറിയവരും വലിയവരും. തീരുമാനിക്കണം ഇനി ഏത് കൂട്ടത്തിൽ പെടണം. അത് കഴിഞ്ഞാൽ പിന്നെ കിരീടങ്ങളാണ്. 6 തരത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പ്രതിഫലങ്ങൾക്ക് തന്നെ 9 കാറ്റഗറി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വിചാരപ്പെടാൻ തോന്നുന്നുണ്ടോ? ഇതാണ് പൗലോസ് പറയുന്നത്. സ്വർഗമെന്ന് പറയുമ്പോൾ കേൾക്കും പോലെ നമ്മൾ ചെന്നിട്ട് ഒരു ആരാധന അങ്ങ് തുടങ്ങുകയല്ല, അതൊരുപാട് വ്യത്യാസങ്ങളുള്ളൊരിടമാണ്. അവിടെ ചെന്ന് കയറും മുൻപ് തീരുമാനിക്കണം എങ്ങനെ അവിടെ ജീവിക്കണമെന്ന്. ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, മറുകരയിൽ ഞാൻ ആരാകണം, മറുകരയിൽ ചെന്ന് പെട്ടാൽ എൻ്റെ പൊസിഷൻ എന്താകണം, എൻ്റെ
മേൽ പകരപ്പെടാൻ പോകുന്ന ആ ദൈവകൃപ എന്താകണം? അങ്ങനെ ഇവിടെ ജീവിക്കുന്നവനെ നോക്കി പറയുന്നതാണ് നിത്യത കണ്ട് ജീവിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു ദർശനമല്ല. പെന്തക്കോസ്തിൻ്റെ കഴിഞ്ഞ തലമുറ ഈ ദർശനത്തിലാണ് ജീവിച്ചത്. ഈ മണ്ണിൽ നിന്ന് നിരവധി ഭക്തന്മാർ, കുക്ക് സാഹിബ് ഉൾപ്പെടെ സമുന്നതരായ ഭക്തന്മാർ ഈ മണ്ണിൽ നിന്ന് നിത്യതയുടെ വിത്തിൻ്റെ ആ ദർശനവുമായിട്ടാണ് പ്രാകൃത ജീവിതമുള്ള, അടിമത്തം കൊടികുത്തി വാഴുന്ന വിഗ്രഹാരാധനയുടെ മണ്ണിലേക്ക് പോയത്. അവർ പോകാൻ കാര്യം, അമേരിക്കയുടെ സുഖങ്ങളിൽ നിന്ന് പോകാനുള്ള കാരണം നിത്യത ഇവരെ പുറപ്പെടുവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു മിഷൻ ചലഞ്ച് വെക്കുകയാണ്. ഈ മണ്ണിൽ നിങ്ങളെ എത്തിച്ചെങ്കിൽ പ്രാണനാഥൻ്റെ ഒരു ചോദ്യമുണ്ട്: എന്തിന് ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചെന്നറിയാം? ആ നിത്യതയുടെ വെളിപ്പാടകത്ത് കയറുന്ന ഒരു ആത്മീയൻ്റെ അകത്ത് തിളയ്ക്കുന്ന ഞാൻ ഇനി ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യണം?